മുരാരി ബാബു ആരാണ്? മുരാരി ബാബു ആരാണ്? മുരാരി ബാബു ആരാണ്? മുരാരി ബാബു എന്താ പറയുന്നത്? അതൊരു പുതിയ കണ്ടെത്തലാണ്. നിങ്ങൾ ഇങ്ങനെയാണ് പച്ചക്കള്ളം. മുരാരി ബാബു ദേവസ്വം ബോർഡിലെ കോൺഗ്രസ് യൂണിയന്റെ സമുന്നത നേതാവാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചുമതലപ്പെടുത്തിയ 2 മുതിർന്ന IPS ഉദ്യോഗസ്ഥർ SITയുടെ മീതെ, SITയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് മീതെ അനാവശ്യമായ സമ്മർദ്ദം ചെലുത്തുകയും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. അയ്യോ ഞാനോ മനസാ വാചാ കർമ്മണാ നടപടി സ്വീകരിച്ചാൽ നടപടിക്ക് വിധേയരാകുന്ന ആളുകൾ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്നുള്ള ഭയം കൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇപ്പോഴും ഈ പ്രതികളെ സംരക്ഷിക്കുന്നു. സാറിനെ ഇൻസൾട്ട് ചെയ്താ നമുക്ക് വളരെ വിഷമമാണ്. സോണിയാഗാന്ധി, ഉണ്ണീഷൻ പോറ്റി, അടൂർ പ്രകാശ്, ഗോവർദ്ധന് ഇത്ര അടുത്ത് ഇത്രയും കൂട്ട് വേറെ ആരെങ്കിലും തമ്മിലുണ്ടോ? സ്ഥിര സന്ദർശന വേറൊരു ഫോട്ടോ സോണിയാഗാന്ധിയും പോറ്റി കല്യാണ ഫോട്ടോ അല്ലേ നിൽക്കുന്നത്. വിശ്വവിഖ്യാതമായ പല കേസുകൾക്കകത്തും ബഹുമാനപ്പെട്ട കോടതികളുടെ ഈ രൂപത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. കോടതി നടപടിക്രമം അടുത്തറിയുന്ന ഏതൊരാൾക്കും അറിയാം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. അത് ഒരിക്കലും കേസിനെ മെറിറ്റിലേക്കോ ഡിമെറിറ്റിലേക്കോ കൊണ്ടുപോകാറില്ല. ഇനി ഏതെങ്കിലും രൂപത്തിൽ കേസിന് താങ്കൾ നിയമം അറിയുന്ന ആളാണെന്നാണ് ഞാൻ മനസ്സിലാവുന്നത്. കോടതി പറഞ്ഞത് സ്തംഭനാവസ്ഥയിലാണെന്നാണ്. അന്വേഷണ സംഘം നീക്കങ്ങൾ സ്തംഭനാവസ്ഥയിലാണെന്നുള്ളത് അതൊരു കേവലം ഒരു പരാമർശമല്ല. അത് ആ അന്വേഷണ സംഘത്തിന് മേലടക്കം സമ്മർദ്ദം ചെലുത്തുന്ന തരത്തിൽ എന്ന് വെച്ചാൽ അവരെ പോലും എന്താ പറയാ ഇങ്ങനെയാണല്ലോ കോടതി പറഞ്ഞത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഗുരുതര പരാമർശമാണത്. അയ്യോ മുരുക, അങ്ങനല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഒരുമാതിരി രാഷ്ട്രീയകര പരിപാടി കുഞ്ഞിച്ചോട് വേണ്ട. ഇത് നമ്മളിൽ പലരും എത്തിച്ചേരുന്ന ഏതെങ്കിലും രൂപത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടായാൽ അതിനെ അതീവ ഗൗരവത്തിലെടുത്തുകൊണ്ട് നമ്മൾ എത്തിച്ചേരുന്ന നിഗമനങ്ങളാണ്. ആ നിഗമനങ്ങൾ യാഥാർത്ഥ്യങ്ങൾ ആവണമെന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തൊരു തൊലിക്കട്ടി! അത് തനിക്ക് എപ്പോഴാണ് മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. കാണ്ടാമൃഗം തോറ്റു. ഇപ്പോ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് റിമാൻഡിൽ കഴിയുന്ന 2 പ്രതികൾ അന്നത്തെ പത്തനംതിട്ട MP ശ്രീ ആന്റോ ആന്റണിക്കൊപ്പം അതുപോലെ തന്നെ കോന്നി MLA ശ്രീ അടൂർ പ്രകാശിനൊപ്പം സോണിയാഗാന്ധിയെ സന്ദർശിച്ചത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒരു വലിയ രാഷ്ട്രീയ ആരോപണമായി മുന്നോട്ട് വെച്ചാലോ അടിച്ച് നിന്റെ 32 പല്ലും കളഞ്ഞു കൊന്ന് കായൽ താഴ്ത്തും. അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച എന്താ സംഭവിക്കുക ശ്രീ സുരേഷ് കുമാർ? അതൊരു വലിയ സെൽഫ് ഗോൾ ആവും എന്നല്ലാതെ മറ്റെന്താണ് സംഭവിക്കുക? അല്ലല്ല, ഒരു സെൽഫ് ഗോളുമല്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. ഇവരുടെ ബന്ധങ്ങൾ എന്നിട്ട് എന്തുണ്ടായി? അതിലേക്ക് എത്തണ്ടേ നമ്മള്? താങ്കൾ ഉന്നയിക്കാൻ പോകുന്നത് സോണിയാഗാന്ധിക്ക് ഒപ്പം നിൽക്കുന്നത് ഇന്നിപ്പോ ശ്രീ വി ശിവൻകുട്ടി നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ആ ഫോട്ടോ ഉയർത്തിക്കാട്ടി പറയുന്നത് എന്താ അറിയോ? കല്യാണത്തിന് ഒപ്പം കല്യാണം കഴിച്ച പോലെ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ നിന്ന ശേഷം പിന്നെ എന്ത് സംഭവിച്ചു? എന്താ സംഭവിച്ചേ? അത് പിന്നെ ആളുകൾക്ക് നാച്ചുറലി എത്താൻ പറ്റുന്നൊരു എന്താ പറയുക ഇൻഫറൻസ് ഉണ്ട്. അതിങ്ങനെയാണ്. എന്താണ്? സോണിയാഗാന്ധിയെ കണ്ടു, അടൂർ പ്രകാശിനെ കണ്ടു, ഇതിനുശേഷം ഇവരെല്ലാവരും കൂടെ ആരെ പോയി കണ്ടു? CPM നിയന്ത്രിക്കുന്ന ബോർഡിനെ പോയി കണ്ടു, CPMന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള പത്മകുമാറിനെ പോയി കണ്ടു. ഇവരെല്ലാവരും കൂടെ ചേർന്ന് LDF ഭരിക്കുന്ന കാലത്ത് LDF ദേവസ്വം ബോർഡ് ഭരിക്കുന്ന സമയത്ത് കട്ടു. ഇതാണോ പറയാൻ പോണേ? ഇത്രയും വിവരമില്ലാത്ത ഒരു മനുഷ്യനെ എന്റെ ലോങ് ലൈഫിൽ ഞാൻ ഫസ്റ്റ് ടൈം കാണാം. ഇത് നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് ഒപ്പം നിൽക്കുന്ന ഫോട്ടോ ആണ്. സോണിയാഗാന്ധിയുടെ കൂടെയോ അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയന്റെ കൂടെയോ ഇനി സാക്ഷാൽ ശ്രീ നരേന്ദ്രമോദിയുടെ കൂടെയോ ഒക്കെ ചിത്രം എടുക്കുന്നത് അവരെയൊക്കെ കാണാൻ ആയിരക്കണക്കിന് ആൾക്കാർ വരില്ലേ? ഈ പൊട്ടനെ മനസ്സിലായി, എന്നിട്ട് ഒറിജിനൽ പൊട്ടനെ മനസ്സിലായിട്ടില്ല. അപ്പൊ ചുമ്മാ എറിയുകയാണ്. എല്ലാരെയും ഒരു സംശയത്തിന്റെ നിർത്തട്ടെ എന്ന് പറഞ്ഞ് ചുമ്മാ എറിയുകയാണ്. CPMന്റെ സമുന്നത നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്ന് കോൺഗ്രസ് കത്ത് കൊടുക്കുന്ന ആ നിമിഷത്തിൽ കോൺഗ്രസിന്റെ സമുന്നത നേതൃത്വത്തിൽ ഇക്കാര്യത്തിലുള്ള പങ്കിനെ സംബന്ധിച്ച് കൊണ്ടുവരണമെന്ന കത്ത് പൊട്ടന്മാര് പൊട്ടന്ന ലോക പൊട്ടനാണ്. തോൽക്കാൻ വേണ്ടി കേസ് വാദിക്കുകയാണോ? ഞാൻ പറഞ്ഞോട്ടെ. താങ്കൾ തോൽക്കാൻ വേണ്ടിയാണോ ഈ കേസ് വാദിക്കുന്നത്?
CPM-ന്റെ ഒരു ജില്ലാ കമ്മിറ്റി അംഗം ജയിലിൽ കിടക്കാന്ന് ഗോതമ്പുണ്ട ഇപ്പൊ ഇല്ലാന്നാണ് മായാവി സിനിമയിൽ മമ്മൂട്ടി പറഞ്ഞത്. ഞാൻ ഇവിടെ സിനിമ പലതും പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം, അദ്ദേഹം ഉണ്ണുന്നത് എന്താണ് സർക്കാരിന്റെ ചെലവിൽ ജയിലിൽ നിന്നാണ്. ഒരു സെക്കൻഡ് അല്ലല്ല, നമ്മൾ ഈ കേസാ സംസാരിക്കുന്നത്, നമ്മൾ ഈ കേസാ സംസാരിക്കുന്നത്. എനിക്ക് ഭ്രാന്തോ എപ്പോ 87 അത് ചൊമ്പൂടി വെച്ച CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം ഉന്നതനായിട്ടുള്ള വ്യക്തിയാണ്. അതെങ്ങനെയാണ് പോകുന്നത്? എങ്ങനെയാ പോകുന്നത്? കോൺഗ്രസിന്റെ സംഘടനാ നേതാക്കന്മാർ ജയിലഴിക്കുള്ളിൽ കിടക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടില്ലല്ലോ. അതെന്താ മറച്ചു വെക്കുന്നത്? ചെയ്ത് പോകേണ്ട കാര്യം എനിക്ക് മനസ്സിലായില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരുമാതിരി മറച്ചടത്ത പരിപാടി തന്നെയാണ്. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? താങ്കൾ എന്താ പറയുന്നത്? CPM-ന്റെ ഉന്നത നേതൃത്വം ഉണ്ടെന്ന് പറഞ്ഞ് കോൺഗ്രസ് കത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ കത്ത് കൊടുക്കാൻ. എന്റെ പോയിന്റ് അവിടെയാണ്. CPM-ന്റെ ഉന്നത നേതൃത്വത്തിൽപ്പെട്ട ഒരാളാണ് അകത്ത് കിടക്കുന്നത്. ഇനി എന്ത് കത്ത് കൊടുക്കാനാണ്? വിവരമില്ലാത്ത ടൈലർമാരെ കൊണ്ട് നാട് നിറഞ്ഞു. ഞാൻ പറഞ്ഞത് സത്യമല്ലടോ. അതിന്റെ മേലേക്കുണ്ടോന്ന് SIT അന്വേഷിക്കുകയാണ്. ഇതും കോൺഗ്രസിനുള്ള ബന്ധത്തിൽ നിങ്ങൾ കത്ത് കൊടുക്കുമെന്ന് ചോദിക്കുന്നത് നിങ്ങൾ സമീകരിക്കുന്ന യുക്തി എനിക്ക് മനസ്സിലായില്ല. മുതലാളിക്ക് വിവരമില്ലെന്ന് നാട്ടുകാര് പറയാറുണ്ടെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തെളിയിക്കരുത്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? കോൺഗ്രസ് നേതാക്കന്മാർ അറസ്റ്റ് വരിക്കപ്പെട്ട് ജയിലിൽ കിടക്കുമ്പോൾ അത് കോൺഗ്രസ് അല്ല എന്ന വെള്ളപൂശൽ ആരാണ് നടത്തുന്നത്? അവിടെ കോൺഗ്രസ് ഉണ്ട്. നമ്മളത് കാഴ്ച കാണാതെ പോകരുത്. കുട്ടത്തരം പറയാതെ കിഴങ്ങ. ഈ കോൺഗ്രസ്സുകാർ ജയിലിൽ കിടക്കുന്ന ഏത് കേസിലാ? എന്താണ് കോൺഗ്രസ്സുകാർ ജയിലിൽ കിടക്കുന്ന കേസ് ഏതാ? അത് ഉത്തരം പറ. അത് ഈ കോൺഗ്രസുമായി ബന്ധപ്പെട്ടാണ്. മുരാരി ബാബു ആരാണ്? ആരാണ് പേര് പറയൂ? മുരാരി ബാബു CAT-കാരനാ. ആരാണ് മുരാരി ബാബു? CAT-കാരനാണ്. CAT-കാരനാ മുരാരി ബാബു. എന്താ പറയുന്നത്? അതൊരു പുതിയ കണ്ടെത്തലാണ്. അല്ല, കോൺഗ്രസിന്റെ ആരാണ് ശ്രീ മുരാരി ബാബു? ശ്രീ സുരേഷ്, ഇങ്ങനെയാണ് നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. മുരാരി ബാബു ദേവസ്വം ബോർഡിലെ കോൺഗ്രസ് യൂണിയന്റെ സമന്വയ നേതാവാണ്. ഇല്ലെങ്കിൽ അയ്യപ്പദാസ് പറയട്ടെ. അനവസരത്തിൽ വിവരക്കേട് പറയുന്ന അല്ല തമാശ. ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ അയ്യപ്പദാസിനെ വെല്ലുവിളിക്കുന്നു. ഈ ചർച്ച നയിക്കുന്ന നിഷ്പക്ഷനായ ആങ്കർ ആണെങ്കിൽ താങ്കൾ മുരാരി ബാബുവിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പറഞ്ഞിട്ട് വേണം ഈ ചർച്ച ഇനി പുനരാരംഭിക്കാൻ. അത്രയും വേണോ? വേണം. കുറച്ച് കടുപ്പത്തിരിക്കട്ടെ. എനിക്ക് പിന്നെ സ്ട്രേറ്റ് ചോദ്യം, മുരാരി ബാബു UDF-ന്റെയോ കോൺഗ്രസിന്റെയോ ഏത് കമ്മിറ്റിയിൽ അംഗമാണ്? കോൺഗ്രസിന്റെ ഏത് ജില്ലാ കമ്മിറ്റി അംഗമാണ്? ഏത് DCC-യിൽ അംഗമാണ്? താങ്കൾ പറയൂ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അദ്ദേഹം സർവീസിൽ നിന്ന് പെൻഷൻ ആയതിനു ശേഷം നാട്ടിൽ പ്രധാനപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകനായി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ഏതെങ്കിലും കമ്മിറ്റിയിലുണ്ടോ? എന്റെ പോയിന്റിലേക്ക് അല്ല, ഒരു സെക്കൻഡ് അങ്ങനെ പോരോ. ഇനി താങ്കൾ എന്നെ കൊടുക്കാൻ ശ്രമിച്ചാണ്. അങ്ങനെ പോകാൻ താങ്കളെ സമ്മതിക്കും. താങ്കൾ ഇതിന് ഊരി പോകാൻ നോക്കരുത്. വിരമിച്ച ശേഷം നാട്ടിലെ കോൺഗ്രസ്സുകാരൻ. ഒരു സെക്കൻഡ്, വിരമിച്ച ശേഷം നാട്ടിലെ കോൺഗ്രസ്സുകാരൻ, ഇതാണ് മുരാരി ബാബു എന്നിരിക്കട്ടെ. ഈ ജയിലിൽ കിടക്കുന്ന പത്മകുമാർ ആരാണ്? നിങ്ങൾക്ക് വേണ്ടി മത്സരിച്ച് ജയിച്ച CPM-ന്റെ MLA, CPM-ന്റെ ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗം. ഈ വിരമിച്ച കോൺഗ്രസ്സുകാരനായ ആളും ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗം ആയാലും തമ്മിൽ ഒന്ന് തൂക്കി നോക്കണ്ടേ സാർ? സാങ്കേതികത്വമാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ, സാങ്കേതികത്വമാണ് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം എടുക്കുമ്പോൾ ഒന്നുമല്ല, വസ്തുതയാണ്. നിങ്ങൾ എന്നെ ചലഞ്ച് ചെയ്തോളൂ ശ്രീ സുരേഷ് കുമാർ. ഞാൻ വസ്തുത മാത്രമാണ് പറയുന്നത്. അല്ലെങ്കിൽ താങ്കൾ പറയൂ. DCC വൈസ് പ്രസിഡന്റ് എന്ന് പറ, DCC ജനറൽ സെക്രട്ടറി എന്ന് പറ, അല്ലെങ്കിൽ ഒന്നും പോട്ടെ ഒരു ജില്ലാ കമ്മിറ്റി അംഗമാണെന്ന് പറ. സുരേഷ് കുമാർ, ഏത് കമ്മിറ്റി? എല്ലാം കൂടെ എന്നെ കൊല്ലേ. അറ്റാക്ക് വന്ന് കുത്തിക്കട്ടിയ നെഞ്ചായത് എല്ലാം കൂടെ ടെൻഷൻ അടുപ്പിച്ച് ഇതങ്ങ് പൊട്ടിക്ക് കൊല്ലേ വരും. ഇല്ലാത്ത ബൂത്ത് കമ്മിറ്റിയുടെ പേര് എന്റെ ചോദിച്ചാൽ എനിക്ക് പറയാൻ വേണ്ടി കഴിയില്ല. താങ്കൾക്ക് അറിയണം, പറയാൻ കമ്മിറ്റി അംഗം താങ്കളാ പറഞ്ഞത്. നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ താങ്കൾ ഉണ്ടയില്ല വെടിവെക്കുന്നതിലെ അർത്ഥം ശ്രീ സുരേഷ് കുമാർ. ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി.